പിന്നെ ഇവാൻ ബുക്കോവനോവിച്ച് പറഞ്ഞ രസകരമായ കാര്യമുണ്ട്. അത് ഇവാൻ ബുക്കോവനോവിച്ചിന് ഒരു ടീം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കൃത്യമായ ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ്. വേണ്ടത്ര കാര്യങ്ങളൊന്നും ഇന്ത്യൻ ഫുട്ബോളിലില്ല. ഇന്ത്യൻ ഫുട്ബോൾ ഒരു കളി പോലും ജയിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര തകർച്ചയിലാണെന്നൊക്കെ നമുക്കറിയാം. അത് ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. തകർച്ചയിലാണ്. പക്ഷേ ഈ തകർച്ചയിലാണ് ഇല്ല പരിശീലകന് അത് ശരിയാക്കാൻ കഴിയും. പരിശീലകന് അത് ശരിയാക്കാൻ കഴിയില്ല. കാരണം ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഏത് പരിശീലനം വന്നാലും ഇത് ശരിയാക്കാൻ പറ്റുകയില്ല. ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. AIFF അത് അംഗീകരിക്കണം. സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് AIFF അംഗീകരിക്കണം. പിന്നെ അവർ ഈ സമ്പ്രദായം തുടർന്നാൽ സാക്ഷാൽ പോപ്പും മൗറീഷ്യോയും ഒരുമിച്ച് വന്ന് ടീമിനെ പരിശീലിപ്പിച്ചാലും 6-8 വർഷത്തിനുള്ളിൽ സീനിയർ ടീമിന് സാധ്യതയില്ല. എന്ന് വെച്ചാൽ സീനിയർ ടീമിന് ഈ 6-7 വർഷത്തിലേക്ക് സീനിയർ ടീമിന് ഉയർച്ചയ്ക്ക് സാധ്യത ഇല്ല എന്ന് താരം തുറന്ന് അടിച്ചിരിക്കുകയാണ്. ഈ ഇവാൻ ബുക്കോവനോവിച്ച് പറഞ്ഞതിനൊന്നും ഒരു കാര്യമില്ല. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യൻ യുവരത്നങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എടുക്കാതെ ഇപ്പോഴും പ്രായം ചെന്ന് ഇപ്പോഴും സീനിയർ ടീമിലേക്ക് സീനിയറായ താരങ്ങളെ ഉപയോഗിച്ച് അവരുടെ കളി ജീവിതമൊക്കെ കഴിഞ്ഞ ആൾക്കാരെ തന്നെ ഉപയോഗിച്ച് വെച്ച് ഇന്ത്യൻ യുവരത്നങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുന്ന സംഭവമാണ് ഇവാൻ ബുക്കോവനോവിച്ച് പറയുന്നത്. ഇവാനും അത് തന്നെയാണ് പറയുന്നത്, സീനിയർ താരങ്ങളെ ഒഴിവാക്കുക, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് ജൂനിയർ പ്ലേയേഴ്സിനെ കൊണ്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അവർക്ക് കളിക്കാനുള്ള സമയവും പരിശീലനവും ഒക്കെ നല്ലപോലെ കൊടുക്കുക. അതാണ് ഇവാൻ ബുക്കോവനോവിച്ച് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അത് ഏത് പരിശീലകന്മാർ വന്നാലും ഈ സീനിയർ പ്ലേയേഴ്സിനെ വെച്ചൊന്നും നടക്കുകയില്ല, അല്ലെങ്കിൽ സിസ്റ്റം മാറാൻ നടക്കുകയില്ല എന്നാണ് ഇവാൻ ബുക്കോവനോവിച്ച് തുറന്ന് ഒരു ഒളിവും മറവുമില്ലാതെ മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത എല്ലാവർക്കും അറിയാം ഇവാൻ ബുക്കോവനോവിച്ചിൻ്റെ സ്വഭാവം എന്താണെന്നും താൻ ആരാണെന്നും താൻ പറയാനുള്ളതെല്ലാം പറയുന്നൊരു വ്യക്തിയാണ്.